ത്രിയേക ദൈവത്തിൻ്റെ ധന്യനാമത്തിൻ്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ. 2014 ക്രിസ്മസ് ആഘോഷിക്കുവാൻ തക്കവണ്ണം ദൈവം ബലഹീനരായി നമ്മെ അനുഗ്രഹിക്കുന്നു. മനുഷ്യവർഗത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി മനുഷ്യാവതാരം ചെയ്ത യേശുക്രിസ്തുവിൻ്റെ ഈ വലിയ പെരുന്നാളിൽ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും കൃപകളുടെയും ആത്മാവിൽ ചരിക്കുവാൻ തക്കവണ്ണം നാം ഏവർക്കും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. 2014 ക്രിസ്തുമസ് നാം ആഘോഷിക്കുമ്പോൾ നമ്മെ ദുഃഖിപ്പിക്കുന്ന അനേകം വാർത്തകൾ നാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്താമാധ്യമങ്ങളിൽ നാം ശ്രദ്ധിച്ച വാർത്തയാണ് മൂസലിൽ 4 കുഞ്ഞുങ്ങൾ തീവ്രവാദികളാൽ കൊല്ലപ്പെടുന്നത്. മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി മനുഷ്യാവതാരം ചെയ്ത യേശുക്രിസ്തുവിന്റെ ജനനം നാം ആഘോഷിക്കുമ്പോൾ യേശുവിനെ സ്നേഹിക്കുന്നു എന്ന് വിളിച്ചു പറഞ്ഞ ഒറ്റ കാരണത്താൽ അവർ കൊല്ലപ്പെട്ടു എന്ന് നാം വാർത്താമാധ്യമങ്ങളിൽ കണ്ടു. ഭൂമിയിലെ ഓരോ ജനനവും മനുഷ്യവർഗത്തോടുള്ള പ്രപഞ്ചത്തോടുള്ള ദൈവത്തിന്റെ സ്നേഹത്തിന്റെ പ്രതീകമാണ്. ഓരോ കുഞ്ഞും ദൈവ സൃഷ്ടിയായി ഈ ഭൂമിയിൽ ജനിക്കുമ്പോൾ അവരിൽ ദൈവം നൽകിയിരിക്കുന്ന അനന്തമായ സാധ്യതകളെ മനസ്സിലാക്കുവാനും സൃഷ്ടിക്ക് വേണ്ടി മനുഷ്യവർഗത്തിന് വേണ്ടി അവരിലൂടെ ഭൂമിയിൽ ഉണ്ടാക്കുവാനിരിക്കുന്ന നന്മകളെ ഓർക്കുവാനും തക്കവണ്ണം നമുക്ക് സാധിക്കണം. 132 കുഞ്ഞുങ്ങളാണ് പാകിസ്ഥാനിൽ നിർദ്ദയമായി കൊല ചെയ്യപ്പെട്ടത്. നാം ഒന്ന് ഓർത്തു നോക്കിയാൽ ഈ ലോക ചരിത്രത്തെ നിയന്ത്രിക്കുവാൻ സാധ്യതയുള്ള അനേകം കുഞ്ഞുങ്ങൾ അതിലുണ്ടായിരിക്കണം. ദൈവം അവരിൽ അനന്തമായ ആ സാധ്യതകളെ നൽകി ഈ ഭൂമിയിൽ ജനിക്കുവാൻ തക്കവണ്ണം ദൈവസൃഷ്ടിയായി അവർ ഈ ഭൂമിയിലേക്ക് കടന്നു വന്നതാണ്. മനുഷ്യൻ ഹെറോദേസിന്റെ ആത്മാവിൽ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ ഈ ക്രിസ്തുമസിന്റെ സമാധാനവും സന്തോഷവും നമ്മിൽ നിന്ന് കൈവിട്ടു പോകുന്നു എന്നുള്ളതും നാം ചിന്തിക്കണം. കച്ചവടത്തിൻ്റെയും ലാഭത്തിൻ്റെയും ഒരു പെരുന്നാളായി ഇത് മാറുകയും സമാധാനവും സ്നേഹവും നമ്മിൽ നിന്ന് അന്യമായി പോവുകയും ചെയ്യുകയാണെങ്കിൽ ഈ ക്രിസ്തുമസ് ആഘോഷത്തിൻ്റെ പ്രസക്തി എവിടെ എന്നുള്ളതും നാം വളരെയേറെ ചിന്തിക്കേണ്ട സംഗതിയാണ്. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനമെന്ന് ആട്ടിടയന്മാർ ഏറ്റുപാടിയ മാലാഖമാരുടെ ശബ്ദം കേൾക്കുവാൻ ഈ ക്രിസ്തുമസ് നമുക്കിടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. 2000 വർഷങ്ങൾക്ക് മുമ്പ് ആട്ടിടയന്മാർ ഏറ്റുപാടിയ മാലാഖമാർ ചൊല്ലിക്കൊടുത്ത ആ ശബ്ദം, മാലാഖമാർ പാടിയ ശബ്ദത്തോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് പാകിസ്ഥാനിലും മൂസലിലും ഒക്കെ കൊല്ലപ്പെട്ട കുഞ്ഞുങ്ങൾ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനമെന്ന് മാലാഖമാരോടൊപ്പം അവരുടെ ആത്മാക്കൾ പാടുന്നുണ്ട്. ഈ ക്രിസ്തുമസ് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് വിശ്വസിക്കാം. ലോകരക്ഷകന്റെ
ജന്മപ്പെരുന്നാളിൻ്റെ ഈ സന്ദർഭത്തിൽ ക്രിസ്തുമസിൻ്റെ സമാധാനവും സന്തോഷവും സ്നേഹവും എല്ലാവരിലും ഉണ്ടാകുവാൻ തക്കവണ്ണം പ്രാർത്ഥിക്കുകയും ക്രിസ്തുമസിൻ്റെ എല്ലാ ആശംസകളും നേരുകയും ചെയ്യുന്നു. 2015 നന്മകളുടെയും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും കൃപകളുടെയും ഐശ്വര്യത്തിൻ്റെയും ഒരു വത്സരമായി നമ്മിലേക്ക് കടന്നു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും പുതുവർഷത്തിൻ്റെ എല്ലാ ആശംസകളും നേരുകയും ചെയ്യുന്നു. ദൈവം നമ്മെ വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.